ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ പാത്തുവിൻ്റെ പനിയൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നാളെ മുതലേ സ്കൂളിൽ വിടുന്നോളൂ. അപ്പോൾ ഇന്നും കൂടി മരുന്നുണ്ട് കേട്ടോ. 5 ദിവസം കൊടുക്കാനല്ലേ പറഞ്ഞപ്പോൾ ഇന്നും കൂടി മരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് ഇൻഷാ അല്ലാ പള്ളിയിലും അതുപോലെ സ്കൂളിലും ഒക്കെ പോയി തുടങ്ങണം. അപ്പോൾ ദേ അനിയത്തി രാവിലെ മുറ്റമൊക്കെ അടിക്കാൻ കേട്ടോ. ഞാൻ തുടക്കം ഒരു മഴയുടെ വീഡിയോ കാണിച്ചില്ലേ, ഒരു കൊതി, അങ്ങനെ ഒരു ആഗ്രഹം മഴ പെയ്തെങ്കിലൊന്ന്. മഴ പെയ്യുന്നില്ല കേട്ടോ, നല്ല ചൂടാണ്. ഈ ഒരു വർഷം നമുക്കിനി മഴയൊന്നും നോക്കണ്ട. ഇനി വല്ല വെള്ളപ്പൊക്കം ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നും അറിയത്തില്ല കേട്ടോ. പ്രകൃതി എന്തായാലും അങ്ങ് ചൂടാണ്, ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ. ഇന്ന് ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കാറ്റല്ല, നല്ല കാറ്റായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ജോലികളെല്ലാം ഇനി നടക്കണം. ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി എടുത്തിട്ടില്ലായിരുന്നു. അതായത് ചിക്കലത്തേക്ക് മാത്രം അങ്ങനെ വീഡിയോ എടുക്കാൻ പ്ലാനില്ലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ മൊബൈലൊക്കെ ചാർജിന് വെച്ചിട്ട് ഒരു ഓളത്തിനിങ്ങ് ഇറങ്ങി എന്തായാലും വീഡിയോ എടുക്കാം എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കാപ്പി ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അങ്ങനെ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചു. ഇതേ കണ്ടില്ലേ, ഇത് ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പൂച്ചയാണ്. പക്ഷേ അടുത്തൊന്നും വരത്തില്ല കേട്ടോ. ഭയങ്കര ബഹളമാണ്, ഓട്ടമാണ്. നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പേടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നിൽക്കത്തില്ല, ഓടിക്കളയും. അപ്പോൾ ഇതേ രാവിലെ വാപ്പ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പം അതൊക്കെ തട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മിച്ചർ മീനായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ട് ഇതിൽ. നെത്തോലി, ചെറിയ ചാള, അതുപോലെ ഇത് കോര, പിന്നെ എന്താ നമ്മുടെ സീഡി, അതായത് പാര സീഡി, അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതും എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടുള്ള മിച്ചർ മീനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് എടുത്ത് കറി വെക്കാൻ വേണ്ടി ഇതേ ആവശ്യത്തിനെടുത്തു. ബാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് വാപ്പമ്മയുടെ കയ്യിൽ വെട്ടാനായിട്ട് കൊടുക്കുവാണ് കേട്ടോ. അമ്മക്ക് മീൻ വെട്ടാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വെട്ടാം. അങ്ങനെ വാപ്പമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത് കുറച്ചേ വാപ്പമ്മയെ കൊണ്ട് ചെയ്യിച്ചോളൂ കേട്ടോ. ബാക്കി ഞാൻ കൊണ്ടുപോയി അങ്ങ് കട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ പൂച്ച ഭയങ്കര ശല്യമാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വെച്ച് മാന്തി തരും. അപ്പോൾ ഞാനങ്ങ് പിന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി. പാത്തു ഇവിടെയാണെങ്കിൽ നല്ല വെയിൽ കേട്ടോ. ഞാൻ പിന്നെ പാത്തുവിനെ വഴക്ക് പറഞ്ഞ് ഓട്ടിച്ച്. നല്ല കാറ്റും നല്ല വെയിലും, മുറ്റത്തിറങ്ങാൻ പോലും വയ്യ, അത്രയ്ക്കും നല്ല വെയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല തലവേദന ഉണ്ടാവും. ഞാനങ്ങനെ പാത്തുവിന് ഇവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് ഓട്ടിച്ച്. പിന്നെ അവസാനം ഞാൻ മീൻ അവിടെ നിന്ന് വാപ്പമ്മയുടെ കയ്യിൽ നിന്ന് ഞാനങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി കഴുകി വൃത്തിയാക്കി എടുത്ത്. വേറെ ഒന്നുമല്ല, വാപ്പമ്മ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊച്ച് അവിടെ കിടന്നങ്ങ് വട്ടം കറങ്ങും കേട്ടോ. കഥയും കാര്യവും പറഞ്ഞ് പിന്നെ പൂച്ചയെ അടിയായി പിടിയായി. അതുകൊണ്ട് അവളെ ഞാൻ അവിടെ നിന്ന് മാറ്റി വാപ്പമ്മയെ മാറ്റി വിട്ടു. പിന്നെ ഞാൻ മീൻ മേടിച്ചുകൊണ്ട് പോയി കഴുകി ഉപ്പിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി അങ്ങ് എടുത്തു. അനിയത്തി ഇവിടെ തേച്ചൊക്കെ മെഴുക്കാണ് പാത്രങ്ങളൊക്കെ. അപ്പോൾ ദേ ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി കലവും വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കണം. പച്ചക്കറി ഒന്നും ഇരിപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇന്നലത്തോടു കൂടി ഫ്രിഡ്ജിലെ പച്ചക്കറിയുടെ കാര്യത്തിനൊരു തീരുമാനമായി. ഇന്നലെ പിന്നെ ബാക്കിയെല്ലാം വെട്ട് സാധനങ്ങളായിരുന്നു കേട്ടോ. അതായത് കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, വെട്ട് സാധനങ്ങൾ, അത് മാത്രമായിരുന്നു. അതെല്ലാം കൂടെയൊക്കെ ഞാൻ തട്ടിക്കൊട്ടിയിട്ട് അങ്ങ് തോരനാക്കി അങ്ങ് എടുത്ത്. അതാകുമ്പോഴത്തേക്കും അങ്ങ് പൊക്കോളുമല്ലോ. എല്ലാവരുടെയും പ്ലേറ്റിൽ ഇച്ചിരിച്ചേ വെക്കുമ്പോൾ അതങ്ങ് കഴിഞ്ഞോളും. അങ്ങനെ ഇന്നലെ ഫ്രിഡ്ജ് കാലിയാക്കിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഫ്രിഡ്ജ് കാലിയായിട്ടിരിക്കും, ഒന്നുമില്ല. കുറച്ച് തക്കാളി ഇരിപ്പുണ്ട്. അപ്പം ഒരു എന്താ, നമുക്ക് കപ്പയ്ക്ക ഉണ്ടല്ലോ, പപ്പായ, അതൊരെണ്ണം പച്ച കുത്തിയിട്ട് കഴിഞ്ഞാൽ തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ്. പിന്നെ ഒരു രസവും കൂടെ കാച്ചുന്നുണ്ട്. കാരണം മീൻ കറി ഈ മീനാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് അരച്ച് കറിയാക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പരപര അരച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല കറിച്ചൊവയുള്ള മീനാണ് കേട്ടോ. ഈ മിച്ചർ മീനെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ മിക്സാക്കി വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അത് ഞാനിങ്ങനെ ഒന്ന് അവിയൽ പരുവത്തിലെടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചാറ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് രസവും കൂടെയൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അനിയത്തി പിന്നെ പാത്രമൊക്കെ കഴുകി അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു തോട്ടി വെച്ചിട്ട് ഒരു കപ്പയ്ക്ക് അങ്ങ് കുത്തിയിട്ട് തരാം. അപ്പോൾ കുറേയൊക്കെ ഇതിൽ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ചെറുത്. അതെല്ലാം ഞങ്ങൾ കുത്തി അടർത്തി കളഞ്ഞു. വേറൊന്നുമല്ല, മൊത്തം ഈ വവ്വാലും കിളികളൊക്കെ തിന്നിട്ട് അതിങ്ങനെ നമ്മൾ തൂത്തപ്പോൾ തറ മൊത്തം കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഒന്നാമതേ മൊത്തം രോഗങ്ങളാണല്ലോ ഇപ്പോൾ. മൊത്തം എവിടെ നോക്കിയാലും രോഗങ്ങളായതുകൊണ്ട് തന്നെ ഈ വവ്വാലൊക്കെ അടിക്കുന്നതല്ലേ, വവ്വാലൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഇടുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ചവിട്ടിയാലും മതിയല്ലോ.
അതുകൊണ്ട് പിന്നെ അതെല്ലാം ഇങ്ങനെ തോട്ടി വെച്ച് കുത്തി കുത്തി കളഞ്ഞു കേട്ടോ. അതെല്ലാം പറക്കി കളഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാലും പിന്നും കിളികളുടെ ശല്യമായിരിക്കുമല്ലോ. അത് അയ്യത്തോട്ട് കളഞ്ഞാൽ അവിടെയും വന്ന് കിടന്ന് അതുങ്ങൾ കഴിച്ചോളും. പിന്നെ അതെല്ലാം കളഞ്ഞു. അതേ ഞാൻ വന്നിട്ട് കറിക്കുള്ള അരപ്പൊക്കെ കൂട്ടി കറി അങ്ങ് റെഡിയാക്കി മാറ്റി. 2 അടുപ്പിൽ നിന്ന് അങ്ങ് കത്തിച്ച് കേട്ടോ. ചോറ് ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ രസത്തിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ഒന്ന് കുറച്ച് ജീരകം, കടുക്, ഉലുവ എല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു കപ്പയ്ക്ക് 2 എണ്ണം വീണിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇച്ചിരി ചുമന്ന കളറായിട്ടുണ്ട് കേട്ടോ, അതായത് വിളഞ്ഞതായിരുന്നു. അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് ഒരു ചെറിയ വേറൊരു ചെറിയ കപ്പയ്ക്ക് വീണു, അതെടുത്ത് നമുക്ക് മെഴുക്കുരട്ടി വയ്ക്കാം കേട്ടോ. മറ്റേത് കുറച്ച് അതായത് കളറ് വെച്ചിട്ടുണ്ട്, വിളഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഇരുന്നാൽ പഴുത്തോളും. അങ്ങനെ അതങ്ങ് മാറ്റി മറ്റേത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ദേ തക്കാളിയിൽ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും പൊടികളൊക്കെ ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടേ. Mati-mati diin. Wah.